ഓണത്തിനും വയറെരിയുന്നവരുണ്ട്. അവരുടെ മിഴി നനയാതിരിക്കാൻ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഇതാ മെഡിക്കൽ കോളേജിന് മുന്നിൽ ഇന്നും ഡിവൈഎഫ്ഐ പൊതിച്ചോറ് വിതരണം നടത്തുന്നു. വിവരങ്ങളുമായി ഇപ്പോൾ സുലേഖ ചേരുന്നു. സുലേഖ, ഓണം എല്ലാവൻ്റെയുമാണ്, അവസാനത്തവൻ്റെതുമാണ്. അങ്ങനെ ഉള്ള അർത്ഥത്തിലുള്ള ആശയത്തിൻ്റെ ഉയർക്കൊള്ളലാണ് ഡിവൈഎഫ്ഐയുടെ ഈ മനുഷ്യത്വ പ്രവർത്തനത്തിൽ പ്രതിഫലിക്കുന്നത്. എങ്ങനെയാണ് അവർ ഓണം ആഘോഷിച്ചത്? ആർക്കൊക്കെയാണ് അവർ പൊതുവിതരണം ചെയ്തത്? തീർച്ചയായും അജിംഷാദ്, വയറെരിയുന്നവരുടെ മിഴി നിറയാതിരിക്കാൻ തന്നെയാണ് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിലുള്ള ഒരു പൊതിച്ചോറ് വിതരണം എല്ലാ പ്രാവശ്യവും ഈ പദ്ധതി തുടങ്ങിയത് മുതൽ ഇതുവരെയും മുടങ്ങാതെ എല്ലാ ദിവസവും ഈ പൊതിച്ചോറ് വിതരണം വിവിധ ആശുപത്രികളിൽ ഡിവൈഎഫ്ഐയുടെ ഭാഗത്ത് നിന്ന് നടക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇന്നിപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ തിരുവനന്തപുരം ഡിവൈഎഫ്ഐയുടെ നെയ്യാറ്റിൻകര മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഇന്ന് പൊതിച്ചോറ് വിതരണം നടക്കുന്നത്. തിരുവോണനാളിൽ പായസമടക്കമുള്ള വിഭവങ്ങളിലൂടെയാണ് ഈ പൊതിച്ചോറ് വിതരണം നടക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. ഇത്തരത്തിൽ മെഡിക്കൽ കോളേജിൽ കഴിയുന്ന രോഗികൾക്കും ഒപ്പം കൂട്ടിരിപ്പുകാർക്കുമാണ് ഇത്തരത്തിൽ പൊതിച്ചോറ് വിതരണം ചെയ്യുന്നത്. എന്തായാലും നമുക്കിപ്പം ഇപ്പോൾ ജില്ലാ പ്രസിഡന്റ് വി അനൂപ് ചേരുന്നുണ്ട്. തിരുവോണനാളിലും ഡിവൈഎഫ്ഐ പൊതിച്ചോറ് വിതരണം നടക്കുകയാണ്. എന്താണ്? 2017 ജനുവരി മാസം 1 മുതലാണ് വയറെരിയുന്നവരുടെ മിഴിനിറയാതിരിക്കാൻ ഹൃദയപൂർവ്വം എന്ന പേരിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെത്തുന്ന രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഡിവൈഎഫ്ഐ ഉച്ചഭക്ഷണ വിതരണ പദ്ധതി ആരംഭിച്ചു. 7 വർഷം പിന്നിട്ടു. ഇത് ഓണം കണക്കാക്കിയാൽ ഇത് 8ാമത്തെ ഓണമാണ് ഹൃദയപൂർവ്വം വന്നതിന് ശേഷം. ഒരു ഓണത്തിനും ഇവിടെ ഹൃദയപൂർവ്വം പദ്ധതി മുടങ്ങിയിട്ടില്ല. ഓണത്തിന് മാത്രമല്ല, ഞങ്ങളുടെ കൂടെയുള്ള സഖാക്കൾ മരണപ്പെട്ടപ്പോൾ പോലും കണ്ണുനീരുമായി ഇവിടെ വന്ന് ഭക്ഷണ വിതരണം ചെയ്യുന്ന അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. ഓണത്തിനും ഇവിടെ എന്തായാലും മെഡിക്കൽ കോളേജിലാണ്. ഓണത്തിനും വീട്ടിൽ ഓണം ഉണ്ണാൻ കഴിയാതെ ഇവിടെ ആശുപത്രിയിൽ അന്തേവാസികളായി അല്ലെങ്കിൽ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ഒരുപാട് പേരുണ്ടാകും. അപ്പോൾ അവർക്കൊരു നേരത്തെ ഭക്ഷണം ഒരു മുടക്കവും കൂടാതെ കൊടുക്കണമെന്നതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. നെയ്യാറ്റിൻകര ബ്ലോക്ക് കമ്മിറ്റിയിലെ പെരിങ്കടവിള മേഖലാ കമ്മിറ്റിയാണ് ഇന്ന് ഉച്ചഭക്ഷണം വിതരണം ചെയ്യുന്നത്. ഇത് തന്നെയാണ് അജിംഷാദ്. നമുക്കിപ്പോൾ തീർച്ചയായും നമ്മളൊക്കെ ആഘോഷത്തിൻ്റെ നിറവിൽ പോകുമ്പോൾ പാർശ്വവൽകൃതരെ കൂടി ചേർത്ത് പിടിക്കുന്നു എന്നുള്ളതാണ്. ഒരുവൻ്റെ മൊഴി അപരൻ സംഗീതമായി ആസ്വദിക്കുന്ന വിശ്വമാനവീക ലോകമെന്ന അവരുടെ സിദ്ധാന്തങ്ങളുടെ ഉൾവിളി അതൊരുപക്ഷെ പ്രായോഗിക തലത്തിലേക്ക് പ്രതിഫലിക്കുന്നത് ഇത്തരം മുഹൂർത്തങ്ങളിൽ കൂടി ആണ്. സുലേഖ, എന്തായിരുന്നാലും വിവരങ്ങളാണ് സുലേഖ നൽകിയത്.